200-300 പേജുള്ള ഒരു പുസ്തകത്തിൻ്റെ കുറിച്ചുള്ള ഒരു റീല് നിങ്ങൾ കാണാൻ പറ്റില്ല. നിങ്ങൾക്ക് വളരെ ലളിതമായി നിങ്ങളുടെ ബുദ്ധിയെ ചോദ്യം ചെയ്യാത്ത, നിങ്ങളുടെ കംഫർട്ട് സോണിനെ ഇളക്കി മറിക്കാത്ത ഒന്നിൻ്റെ കൂടെ സഞ്ചരിക്കാൻ വളരെ എളുപ്പമാണ്. അങ്ങനെ നിങ്ങളുടെ ബുദ്ധിയെ ചോദ്യം ചെയ്യുന്ന, നിങ്ങളുടെ കംഫർട്ട് സോണിനെ ചോദ്യം ചെയ്യുന്ന, നിങ്ങളുടെ ചിന്തിക്കാനുള്ള ശേഷിയെ ചോദ്യം ചെയ്യുന്ന വർക്ക് ഓഫ് ആർട്ടാണ് ഹാർമോണിക് ചലനങ്ങൾ എന്നാണ് ഞാൻ കരുതുന്നത്. കാരണം അതിൽ നമുക്ക് തന്നെ പരിചിതമായ സംഗതികളാണ് അതിൽ നിറയെ ഉള്ളതെങ്കിലും നമ്മൾ ചിന്തിക്കാത്ത ആ കാര്യത്തെക്കുറിച്ചുള്ള ഒരു വിഷൻ അത് അവതരിപ്പിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ യുക്തിയെ ചോദ്യം ചെയ്യുന്ന ഒന്ന് അതിലുണ്ട്. നമ്മുടെ യുക്തിയെ, നമ്മുടെ ധാരണകളെ തകിടം മറിക്കുമ്പോഴാണ് നമ്മൾ ചിന്തിക്കാൻ തുടങ്ങുന്നത്. ഇതൊന്നും ശരിയല്ല എന്നുള്ള ഒരു ബോധ്യം നമുക്കുണ്ടായി തുടങ്ങുന്നത് അപ്പോഴാണ്. അപ്പം അങ്ങനെ ഉള്ള എഴുത്തുകളാണ് സത്യത്തിൽ സാഹിത്യത്തെ നിലനിർത്തുന്നത്. അതിൽ ഒരു വലിയ കണ്ണിയായിട്ടാണ് ഞാൻ ഈ ഹാർമോണിക് ചലനങ്ങൾ എഴുതിയ ആളുടെ വിചാരങ്ങളെ, ചിന്താ പദ്ധതിയെ ഒക്കെ കാണുന്നത്.